ഞാൻ എന്തായാലും യാദൃച്ഛികമായി വന്നതല്ല, കൃത്യമായ സ്ഥലത്താണ് ചില സംശയങ്ങൾ മാറ്റാൻ. അത് നമുക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ സ്ഥലമാണ് തിരൂർ മലയാളം സർവകലാശാലയിൽ. അപ്പോൾ യാദൃച്ഛികം എന്ന വാക്കൊന്നും ബോർഡിൽ എഴുതാൻ പറ്റുമോ? രണ്ടും നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഉത്തരമാണ് നമുക്ക് വേണ്ടത്. മാഷ എന്നാ പറയും? യാദൃശ്ചികം 3 തരത്തിൽ എഴുതിയിട്ടുണ്ട്. ഷായും ചായും ഉപയോഗിച്ചുള്ള യാദൃശ്ചികമുണ്ട്, ഇച്ഛായും ചായും ഉപയോഗിച്ചുള്ള യാദൃശ്ചികമുണ്ട്, ചായും ഇച്ഛായും ഉപയോഗിച്ചുള്ള യാദൃശ്ചികമുണ്ട്. മിക്കവാറും പേര് തെറ്റിച്ചെഴുതുന്ന ഒരു എഴുത്താണ് ഈ രീതി. ഇതിൻ്റെ ശരിയായ ഒരു രൂപം എന്ന് പറയുന്നത് ഇതാണ് ശരിയായ രൂപം. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, ഇച്ഛിക്കാത്ത സമയത്ത്. അതാണ് എൻ്റെ ശരിക്കുള്ള അർത്ഥം. അല്ല, ഞാൻ ഈ വാക്ക് പറയാൻ പോകുമ്പോൾ മാഷന്റെ മനസ്സിലേക്ക് ഒരു കഥ വരുന്നുണ്ട്. ഒരു പോലീസുകാരൻ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഹെൽമെറ്റ് ഇല്ല. എന്താ പേര് എന്ന് ചോദിച്ചിട്ട് പെറ്റി എഴുതാൻ വേണ്ടി പേര് ചോദിക്കുമ്പോൾ ദൃഷ്ടിദുമ്നൻ എന്നാണ് പറയുക. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, സാറ് ബാബു എന്ന് വിളിക്കും, അപ്പോഴും കയറി പൊക്കോണം എന്നാണ് പറയുക. നിങ്ങളായിരുന്നു ആ പോലീസുകാരനെങ്കിൽ ദൃഷ്ടിദുമ്നൻ എന്ന വാക്ക് എങ്ങനെ എഴുതുമായിരുന്നു? ഇതിലാരാണ് യഥാർത്ഥ ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നതിന് മുമ്പ് ദൃഷ്ടദ്യുമ്നൻ ആരാണെന്ന് അറിയാമല്ലോ. ദ്രുപദൻ്റെ മകനാണ്, ദ്രൗപദിയുടെ സഹോദരനാണ്. സ്വാഭാവികമായിട്ടും ദ്രൗപദിയും ദ്രുപദനും ദായിൽ തുടങ്ങുന്നുണ്ട്, ദയയുടെ ദായിൽ തുടങ്ങുന്നതുകൊണ്ട് നമ്മളെല്ലാം കരുതുന്നത് ദൃഷ്ടദ്യുമ്നാണ് ശരിയെന്നാണ്. പക്ഷേ ധൈര്യശാലിയും ധീരനും സർവ്വഗുണങ്ങളുടെയും ഉടമയായതുകൊണ്ട് ദ്രുപദൻ്റെ മകൻ, ദ്രുപദ മഹാരാജാവിൻ്റെ മകൻ, ദ്രൗപദിയുടെ സഹോദരൻ ദൃഷ്ടദ്യുമ്നാണ്. അങ്ങനെ ഒറ്റ നോട്ടത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കിട്ടി. അത്രത്തോളം വിശാലമാണ് നമ്മുടെ മലയാള ഭാഷ. അറിയും തോറും ആഴം കൂടുന്നേ ഉള്ളൂ. അനീസ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.